മകളെ കാണാതായെന്ന വിവരമറിഞ്ഞ മോഹൻലാലിന്റെ ശ്വാസം ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി. അധികമാരും അറിയാത്തൊരു കാര്യമാണ് ഇത്. എത്ര വലിയ നടനാണെങ്കിലും അവരും ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. സാധാരണ മനുഷ്യനുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും അവരിലുമുണ്ട്. സങ്കടവും സന്തോഷവും സമാധാനവും എല്ലാം. സൗഹൃദങ്ങളും സന്തോഷങ്ങളും കുടുംബവുമൊത്തുള്ള യാത്രകളും എല്ലാം അവർക്കും പ്രിയപ്പെട്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാലും തൻ്റെ കുടുംബവും പ്രിയദർശനും തൻ്റെ കുടുംബവും ഒരുമിച്ച് ഒരു യാത്ര പോയിരുന്നു. ആ യാത്രയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ഇന്നേ വരെ തുറന്നു പറഞ്ഞിട്ടില്ല. അത് ഇന്ന് തുറന്നു പറയുകയാണ് സംവിധായകൻ അഷ്റഫ്. അവർ യാത്ര പോയത് ഓസ്ട്രേലിയയിലോട്ടാണ്. അവിടെ അവർ ഒരു ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത്. 32ാമത്തെ നിലയിലായിരുന്നു അവരുടെ റൂം. ഇവർ 32ാമത്തെ നിലയിലോട്ട് പോകാനായി ലിഫ്റ്റിൽ കയറി. 12ാമത്തെ നിലയിൽ ഇറങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ മോഹൻലാലിൻ്റെ മകളും ഇറങ്ങി. കുട്ടി ഇറങ്ങിയത് കാണുമ്പോഴേക്കും ലിഫ്റ്റിൻ്റെ ഡോർ അടഞ്ഞിരുന്നു. ലിഫ്റ്റ് വീണ്ടും താഴോട്ട് പോയി. കുട്ടി ഇറങ്ങിയ 12ാമത്തെ നിലയിൽ എതിർവശത്തായി മറ്റൊരു ലിഫ്റ്റിൻ്റെ ഡോർ തുറന്നിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുട്ടി കയറി. പിന്നീട് കടന്നുപോയ ഓരോ മിനിറ്റുകളും ലാൽ അഭിനയിച്ച സിനിമയിലെ ക്ലൈമാക്സുകളെ കടത്തിവെട്ടുന്നതായിരുന്നു. വെപ്രാളപ്പെട്ടുകൊണ്ട് ആകെ പാനിക്കായിരുന്നു ലാൽ. എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോരോ ഫ്ലോറിലും ഇറങ്ങി കുട്ടിയെ തപ്പി. ജീവിതത്തിൽ ഇതുപോലൊരു ലാലേട്ടനെ കണ്ടിട്ടില്ല എന്ന് ലിസി സാക്ഷ്യപ്പെടുത്തുന്നു. ഏതൊരു നിമിഷവും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയാവുന്ന രീതിയിലായിരുന്നു ലാലേട്ടൻ. അവസാനം തിരച്ചിലിനൊടുവിൽ 30ാമത്തെ നിലയിൽ നിന്നും തൻ്റെ മകളെ കണ്ടെത്തിയപ്പോഴാണ് ലാലിന് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയ ഒരു അനുഭൂതിയായിരുന്നു എന്ന് സംവിധായകൻ അഷ്റഫ് പറയുന്നു. ഒരുപാട് ഉയരത്തിൽ ഇരിക്കുന്ന നടനാണെങ്കിലും വലിയ സ്റ്റാറാണെങ്കിലും എല്ലാ മനുഷ്യരും ഒരുപോലെയാണ്. സ്വാഭാവികമായും ഒരച്ഛനും അമ്മയ്ക്കും ഉണ്ടാവുന്ന എല്ലാ ആദിയും വെപ്രാളവും ഇവിടെ നമ്മൾ ലാലേട്ടനും കണ്ടു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.